Please.
വിശുദ്ധ കുർബാനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ചങ്കിലെ ചോരയാൽ താണലിരുളിയ നിന്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയാൽ താണലിരുളിയ നിന്റെ പേരാണ് സ്നേഹം. വിശുദ്ധ കുർബാനയെ ചങ്കിടിപ്പുമായി കൊണ്ടുനടന്ന കൊച്ചുകാരൻ. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും ഇടുങ്ങിയതുമല്ലേ? എന്നാൽ കാവ്യ പറയുന്നു സ്വർഗത്തിലെത്താനുള്ള ഹൈവേയാണ് വിശുദ്ധ കുർബാനയിൽ. കാവ്യയെ അറിയുന്നവർ അറിയാതെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചു പോകും. ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് ഫോൺ ഉപയോഗിച്ച് ലാപ്ടോപ്പിൽ ആശയങ്ങൾ സൃഷ്ടിച്ച് ഒരു ചുള്ളച്ചൊക്കെ ഇങ്ങനെയും വിശുദ്ധൻ. ലോകം ധരിക്കാത്ത, ശിരോവസ്ത്രം ധരിക്കാത്ത, സിനിമ കാണുന്ന, ഫോൺ ഉപയോഗിക്കുന്ന, പ്രണയിക്കുന്ന വിശുദ്ധരെ സഭയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ ഇവിടെ പ്രവാചക ശബ്ദമായി മാറി. പ്രണയ സരോവരത്തിൽ സൗഹൃദത്തിൽ ഈ പച്ചമണ്ണിൽ ഈ നാടുകാട്ടിൽ വിശുദ്ധിയും തീർമതിയും പെരുകിയിടുന്ന പഴയ സ്വർഗ്ഗത്തിൽ പഴവുകൾ തീരം. പഴയ സ്വർഗ്ഗത്തിൽ പഴവുകൾ തീരം. സുന്ദരനും കോമലനുമായ കാവ്യയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ സുന്ദരിമാരോട് ഒരു ചെറു പുഞ്ചിരിയോടെ കാവ്യ പറയും, സോറി ഐ ആം ഓൾറെഡി കമ്മിറ്റഡ്. എന്നിട്ട് ഒരു കള്ളച്ചിരിയോടെ സ്വയം പറയും, മദർ മേരി ഈസ് ദ ഓൺലി ലേഡി ഇൻ മൈ ലൈഫ്. സ്വർഗം താനായി നമിച്ചു പോകും അല്ലേ? തന്റെ മുഴുവൻ സമയങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്കായും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നതിനായി കാർലോ മാറ്റിവെച്ചു. ഇത്തിരി സമയം കിട്ടിയാൽ ഓടിപ്പോയി റീൽസും ഇൻസ്റ്റാഗ്രാമും കാണാൻ കാർലോയെ കിട്ടില്ല. മറ്റുള്ളവരുടെ ഫോണുകൾ പെരുപ്പിച്ച് പറഞ്ഞ് ആസ്വദിക്കാൻ കാർലോയ്ക്ക് നേരില്ല. അവന്റെ കോൺടാക്ട് ഈശ്വരനുമായിട്ടാണ്. അങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി അടിച്ചു പൊളിച്ച് ജീവിച്ച കൊച്ചുകാരൻ. അന്ന് പെട്ടെന്ന് ആ വിവരം പറഞ്ഞ് മാതാപിതാക്കൾ ഞെട്ടിത്തെറിച്ചു പോയി. ലുക്കീമിയ എന്ന അതിമാരകമായ അസുഖത്തിന് തങ്ങളുടെ മകൻ അടിപ്പെട്ടിരിക്കുന്നു. കാർലോ രോഗം മൂർച്ഛിച്ച് കിടപ്പിലായി. ആ സഹനപർവ്വത താങ്ങുമ്പോഴും കാർലോയുടെ മുഖത്തിൽ പുഞ്ചിരി കാണില്ല. അസഹനീയമായ വേദനകളെല്ലാം അവൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈശോയ്ക്ക്, തിരുസഭയ്ക്ക്, മാർപ്പാപ്പയ്ക്ക് വേണ്ടി അവനതെല്ലാം സമർപ്പിച്ചു. ഇന്ത്യക്കാരനായ രാജേഷായിരുന്നു കാർലോയെ പരിചരിക്കുന്നതിനുള്ള നിയോഗം. ഒരു യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിലെ അംഗമായിരുന്നു രാജേഷ്. എന്നാൽ കടുത്ത രോഗാവസ്ഥയിലും കൊച്ചു കാലിൽ കണ്ട മുഖപ്രസവം, ദൈവസ്നേഹത്തിലൂന്നിയ സംസാരം, മരണത്തിലേക്ക് പ്രത്യാശയോടെ മുന്നോട്ട് രാജേഷ് വിസ്മയിച്ചു പോയി. കാർലോ ഇത്രമേൽ സ്നേഹിക്കുന്ന, കാർലോയെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്റെയും ദൈവമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ക്രിസ്തുവിനെ തന്റെ ഏക രക്ഷകനും നാഥനുമായി അദ്ദേഹം സ്വീകരിച്ചു. കാർലോയുടെ ദൈവമാണ് എന്റെ ദൈവം, കാക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. കാരുണ്യ രൂപത്തിൽ കരുണയുള്ളവരും നിശ്ചയം ഒരു നാളും മാറ്റമില്ലേ. നിശ്ചയം ഒരു നാളും മാറ്റമില്ലേ. 2006 ഒക്ടോബർ 9 കാർലോ അക്വിറ്റസ് ഈ ലോകത്തിൽ യാത്ര അല്ല, വിശുദ്ധ കുർബാനയിൽ ജനിച്ചു. ഹൃദയം മുറിയുന്ന മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും മധ്യേ
ചുമച്ചുകൊണ്ട് കിടന്നു. പിറ്റേന്ന് കാർലോയുടെ സമാജവും ഒന്നിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിൽ പതിവില്ലാതെ തിരക്കുകളിൽ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നവരും അനാഥരുമായി കണ്ണീർ തൂകിക്കൊണ്ട് പങ്കെടുത്തപ്പോഴാണ് കാർലോയുടെ കാര്യത്തിന്റെ കുറവ് എത്രമാത്രം ഉദാത്തമായിരുന്നുവെന്ന് ലോകം അറിയുന്നത്. തന്റെ പോക്കറ്റ് മണിയെല്ലാം മിലാനിന്റെ തെരുവിൽ തണുത്ത് വിറങ്ങലിച്ചിരുന്നവർക്ക് ഭക്ഷണമായും കവറുമിട്ടായും ആ കൊച്ചു വീട്ടിൽ നൽകുമായിരുന്നു. 2 ഷൂസ് വാങ്ങാനോ 2 ഉടുപ്പ് വാങ്ങാനോ പറഞ്ഞ് അവൻ ഒന്നേ വാങ്ങും. മറ്റേതിന്റെ കാശ് ദരിദ്രനാണ്. മരണശേഷം കാർലോ അമ്മയ്ക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുവാണ്. അമ്മയ്ക്ക് ഒരു മുൻകൂടി ഉണ്ടാകും. എന്നെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കും. അമ്മ പ്രാർത്ഥിക്കും. കാർലോയുടെ ഈ പ്രവചനം യാഥാർത്ഥ്യമായി. താമസിയാതെ അന്റോണിയോ സൽസാരിക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അവന്റെ മധ്യസ്ഥത്തിൽ സ്വർഗം അനുഗ്രഹങ്ങൾ വർഷിച്ചു. അവന്റെ കബറിടത്തിലേക്ക് ജനങ്ങൾ ഒഴുകയിറങ്ങി. മനോഹരമായി പാടി ഹല്ലേലൂയ, സ്വർഗീയ വൃന്ദങ്ങൾ ആർത്തുപാടി. വിശുദ്ധമായൊരു ജീവിതം നൽകിയാൽ സ്വർഗം താഴോട്ടിറങ്ങി വരും. വിശുദ്ധമായൊരു ജീവിതം നൽകിയാൽ സ്വർഗം താഴോട്ടിറങ്ങി വരും. പ്രിയരേ, കാർലോ അക്വിറ്റസിന്റെ ജീവിതം അനേക വിശ്വാസികൾക്ക് പ്രചോദനമായി. 8 or 9 വയസ്സിൽ തന്നെ കമ്പ്യൂട്ടറിൽ അതിപരിജ്ഞാനം നേടിയ കാർലോ താൻ സ്വന്തമായി ഉണ്ടാക്കിയ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ വെബ്സൈറ്റ് ലോക ശ്രദ്ധ നേടി. 5 ഭൂഖണ്ഡങ്ങളിൽ അത് പ്രദർശിപ്പിച്ചു. കേൾക്കണോ? കാർലോയുടെ മധ്യസ്ഥത്തിൽ ഒരു ബ്രസീലിയൻ ആൺകുട്ടിയുടെ പാൻക്രിയാറ്റിക് സംബന്ധമായ അസുഖം പൂർണ്ണമായും സുഖപ്പെട്ടു. ഒപ്പം അതിഗുരുതരാവസ്ഥയിൽ പരിഹരിക്കുന്ന മറ്റൊരു കുട്ടിയും സൗഖ്യം പ്രാപിച്ചു. ഇവ രണ്ടും അത്ഭുത സൗഖ്യങ്ങളായി ശാസ്ത്രവും സഭയും അംഗീകരിച്ചു. അങ്ങനെ ലിയോ 14 മാർപ്പാപ്പ കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മാതാപിതാക്കളും സഹോദരങ്ങളും അതിന് സാക്ഷികളായി. വെറും 15 വയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച ആ കൗമാരക്കാരൻ ആദ്യത്തെ വലിയ വിശുദ്ധനായി മാറി. അത്ഭുതമെന്നത് കാർലോയുടെ മരണശേഷം കേവലം 20 വർഷങ്ങൾ മാത്രമാണ് തിരുസഭയ്ക്ക് കാർലോയെ വിശുദ്ധനാക്കാൻ വേണ്ടി വന്നത്. അതെ, കാർലോ വിശുദ്ധ കുർബാനയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അയൽക്കാരിൽ വഴക്കം ലഭിക്കുന്ന ചുള്ളൻ വിശുദ്ധൻ. കാർലോയ്ക്ക് 1-ാം സ്ഥാനം ഈശോയ്ക്കാൻ ഓർത്തുവെച്ചു കെട്ടായും, 1-ാമതായി ഈശോയ്ക്കാൻ മുന്നും പിന്നും നോക്കിയിട്ട 1-ാം സ്ഥാനം ഈശോയ്ക്കാൻ ഓർത്തുവെച്ചു കെട്ടായും. പ്രിയരേ, ഈ ആധുനിക യുഗത്തിലും വിശുദ്ധി സാധ്യമാണ്. കാർലോ എന്താണ് ചെയ്തത്? വിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർത്ത് വെച്ചു. പള്ളികളുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം അല്പസമയമെങ്കിലും ഓടിച്ചെന്ന് പരിശുദ്ധ കുർബാനയെ ആരാധിച്ചു. എല്ലായ്പ്പോഴും പാവങ്ങളുടെ പക്ഷം ചേർന്ന് തന്റെ പല സൗകര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചു. വീട്ടിലെ ജോലിക്കാരുടെ സുഖമില്ലാത്ത മകളുടെ വേഗം എത്തിച്ചേരാൻ അവരോടുകൂടെ ജോലികളിൽ സഹായിക്കുമായിരുന്നു. എല്ലാ ദിവസവും ജപമാലയോടെ ആരംഭിച്ചു. സൂര്യനെ നോക്കിയാൽ നമ്മുടെ കണ്ണുകൾ ഇരുണ്ടുപോകും. എന്നാൽ ദിവ്യകാരുണ്യത്തെ നോക്കിയാൽ നാം പ്രകാശിതരാകും എന്ന് അവൻ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു. ഇവയെല്ലാം നമുക്കും സാധ്യമല്ല. വിശുദ്ധി കാണാതെ
സാധ്യമായത്